സ്വന്തം ഭർത്താവിന്റെ ദേഹത്ത് കേക്കായിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് വേറൊരാളുടെ ഭർത്താവിനെ ഒരാൾ കുള്ളൻ എന്ന് വിളിക്കുമ്പോൾ ഇത്രത്തോളം ചിരി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ ചൊറി. അതിനൊരു മരുന്നില്ല ലേഡി. നമസ്കാരം. അങ്ങനെ നമ്മുടെ രാജാവിൻ്റെ മകൾ നമ്മൾ ദിയാ കൃഷ്ണ വന്നിട്ടുണ്ട്. കുരു പൊട്ടി ഒലിച്ച് വന്നിട്ട്. കാരണം അമ്മാതിരി മറുപടിയാണ് സായി കൃഷ്ണ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ദിയയ്ക്ക് കൊടുത്ത മറുപടി ഒന്നൊന്നര മറുപടിയായി. ഇപ്പം അങ്ങനെ അണ്ണാക്കിലടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ ലെവലിലാണ് ദിയയ്ക്ക് കൊടുത്ത മറുപടി. അതിനകത്ത് കുരു പൊട്ടി വലിച്ചുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റയിൽ പിന്നീട് മറുപടിയുമായിട്ട് ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ട് മറുപടിയുമായിട്ട് ദിയാ കൃഷ്ണ വന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടിയായിട്ട് സായി വീണ്ടും തിരിച്ച് നമ്മുടെ രാജകുമാരിക്ക്, നമ്മുടെ യുവറാണിക്ക് സായി മറുപടി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ 2 പോസ്റ്റ് കാണാം. പോസ്റ്റ് കണ്ടതിന് ശേഷം സായി കൊടുത്ത കുറച്ച് മറുപടിയിലൊക്കെയാണ്. ഒന്നൊക്കെ അത് കാണണം. നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും, എങ്കിലും അതൊന്ന് കാണണം. ഒന്നൊന്നര മറുപടിയായി. ഇപ്പോൾ സായി ഫുൾ പവറിൽ തിരിച്ചു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം ദിയ ഇട്ട പോസ്റ്റ് നമുക്കൊന്ന് കാണാം. ആക്ച്വലി അതിലും ഒരു സംഭവമുണ്ട്. നിർധന കുടുംബത്തിന്റെ പട്ടിണി മാറാൻ സഹായിച്ച ഉണ്ണി മുകുന്ദന് ബിഗ് സല്യൂട്ട്. ഈ കോണ്ടന്റ് ഹിറ്റ്സും ട്രാക്ഷൻ കൂടുമ്പോൾ ഒരു വരുമാനം ഉണ്ടെന്നും ഈ വരുമാനം കൊണ്ട് പുള്ളി പറയുന്നത് പുള്ളി പറയുന്നത് ഞാൻ അരി മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ ക്ലിപ്പിംഗ് എടുത്ത് ഒരു നിർധന കുടുംബത്തിന് സഹായിച്ച ഉണ്ണി മുകുന്ദന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ രാജകുമാരി വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ സാധനം എടുത്തിട്ടു. അതുമല്ല, ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ഇത്ര ഫോളോവേഴ്സ് കൂടുതലാണ്. ഉണ്ണി മുകുന്ദന്റെ പേര് കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് എന്തായാലും ഉണ്ണി മുകുന്ദനും ഈ സായിക്ക് കുറേ ഹെയ്റ്റ്സ് ഉണ്ടല്ലോ. ഉണ്ണി മുകുന്ദൻ്റെ ഫാൻസ് സായിയെ ഒരുപാട് പിന്നെ തെറി വിളിക്കുകയും ഏറിക്കയറ്റുകയും. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ടെക്നിക്ക് പരമായിട്ട് ഉണ്ണി മുകുന്ദനെ കൂട്ടുപിടിച്ചുകൊണ്ട് സായിക്ക് തെറിവിളി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് ദിയാ കൃഷ്ണ നടത്തിയിരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് സായി ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ഞാനൊരു സംഭവമാണ് ഗൈസ്, ഞാനൊരു സെലിബ്രിറ്റിയാണ് ഗൈസ് റൈസ് എന്ന് പറഞ്ഞത്. അതും കൂടി കാണാം. പുള്ളിക്കാരൻ ഒരു ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടെ സ്ക്രീൻഷോട്ട് ഇടാം. ദ സ്കെച്ച് ഇൻ ദിസ് വീഡിയോ ഇസ് എ പാരഡി സ്പൂഫ് ഫീച്ചറിംഗ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ല. നിങ്ങളൊരു സിനിമ പിടിക്കുകയുമല്ല. നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഫിക്ഷണൽ. ഞാനൊരു നോൺ ആയിട്ടുള്ള പബ്ലിക് ഫിഗർ ആണ്. എന്നെ നിങ്ങൾക്ക് അറിയാം. എന്റെ തല പേര് ഉൾപ്പെടെ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ തല പേരുൾപ്പെടെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോൺ ആയിട്ടുള്ള ഒരു പബ്ലിക് ഫിഗറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാജകുമാരിയുടെ മോളാണ്. രാജാവ് കൃഷ്ണകുമാറിൻ്റെ മകളായ മൂത്ത മകളാണ്, ഇളയത് എന്തോ എനിക്കറിയത്തില്ല. അതിൽ രാജകുമാരിയുടെ മോൾ പറഞ്ഞ പബ്ലിക് ഫിഗറാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് സായി ഇട്ടിട്ടുണ്ട്. അടുത്ത ഇനി മറ്റേതിൽ എനിക്ക് പറയാനുള്ളത്, ഈ സായി അരി വാങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. ഈ ദിയയും ഈ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ ഇടുന്നതെല്ലാം അരി വാങ്ങാൻ വേണ്ടി തന്നെയല്ലോ ആണല്ലോ, അല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അരി വാങ്ങാൻ തന്നെയാണ് പിന്നീട് യൂട്യൂബ് ചാനൽ നടത്തുന്നവരെല്ലാം ചെയ്യുന്നത്, അല്ലാതെ വേറെ ഹോബിക്ക് വേണ്ടിയെന്നല്ല. പിന്നീട് ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരി വാങ്ങാൻ വേണ്ടി തന്നെയാണ്. ഇനി സായിയുടെ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നല്ല ചിരിച്ച് ചാവാം. അത് നമുക്കൊന്ന് കാണാം. ഞങ്ങൾ ഈ ഒരു കോണ്ടന്റ് അല്ലേ, കോണ്ടന്റ് ഈ ഒരു കോണ്ടന്റ് ഞങ്ങൾ അച്ചടി ഭാഷയിൽ മാത്രമേ സംസാരിക്കൂ. എനിക്കങ്ങനെ കറക്റ്റ് കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ട്രൈ ചെയ്യണം സ്നേഹ. വി ആർ അപ്പർ ക്ലാസ് ലിവിംഗ് പീപ്പിൾ. Okay, we should talk like that, we should act like that, we should live like that. നമ്മളൊരു high level of standard living ഉള്ള ആളുകളാണ്. അതെ, okay, we should behave like one. നമുക്ക് കുറച്ചധികം പൈസയും പവറും ഒക്കെ ഉള്ള ആൾക്കാരെ പോലെ നിൽക്കണ്ടേ? we live in a society where we ourselves place as an upper class living beings. Okay Sneha? Okay, yeah, fine. ഇങ്ങനെയാണ് ആ വീഡിയോ സാഹചര്യം തുടങ്ങുന്നത്. നമ്മളൊരു അപ്പർ ക്ലാസ് ലിവിങ് പീപ്പിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഹേവിയർ അങ്ങനെ ആയിരിക്കണം. ആ രീതിയിലായിരിക്കും നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ, ആ രീതിയിൽ നമ്മൾ ടോക്ക് ചെയ്യാൻ പാടുള്ളൂ, ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാജാവിൻ്റെ മകളുടെ വീഡിയോസ് ഞാനങ്ങനെ വലിയ ഫോളോ ഔട്ടും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് ഇതുപോലെയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം മറ്റേ ഹൈ ലെവൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹൈ ലെവൽ പീപ്പിൾസ് ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരവും നമ്മുടെ ശരീരഭാഷയെല്ലാം ഇതാണ്. പക്ഷെ മനസ്സിൽ കുറച്ച് കുഷ്ടമുണ്ട്, അത്രയേ ഉള്ളൂ. ഇതൊന്ന്. അടുത്തത് what you call them, I don't know those people, like ഞാൻ അവരെ കണ്ടു വെളിച്ചപ്പാടിന് ആരും അറിയില്ല. പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, ബിക്കോസ് അവരെപ്പോഴും തുള്ളും.
മനസ്സിലായോ? അപ്പൊ തുള്ളുമ്പോ നമുക്ക് അവരെ മനസ്സിലാവും, തുള്ളാത്ത സമയത്ത് അവർക്ക് നമ്മളെ മനസ്സിലാവില്ല. നമുക്ക് അവർ തുള്ളുമ്പോ അവരെ നമുക്ക് മനസ്സിലാവും. സോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തുള്ളുന്നവരെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സോ ഐ നോ ദിസ് പേഴ്സൺ. ഓക്കെ, ബിഹേവ് ലൈക്ക് വൺ. ഒരു അപ്പർ ക്ലാസ് പോലെ ബിഹേവ് ചെയ്യൂ സ്നേഹ. കമോൺ, യാ, ഇങ്ങനെയാണ് സംസാരത്തിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഡ്രസ് കുറച്ച് ലോക്കലാണ്, ഞാൻ വീട്ടിലും ഡ്രസ്. No, Sneha, this dress costs around something like 5K, 6K for a nighty. 5,000-6,000 രൂപ. Yeah, Sneha, come on. Okay. Yeah, come to the mood out. Okay. ഇവിടെ ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ഇന്ന് രാവിലത്തെ മറ്റേ ഇതിട്ടില്ല അവരുടെ ആ സ്റ്റോറിയിൽ ഇവരാരാണെന്ന് എനിക്കറിയില്ല ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റോറി ഇട്ടല്ലോ. ആ സ്റ്റോറിക്കുള്ള മറുപടിയാണ് ഇത് കൊടുത്തത്. കാരണം ഹായ് പറയുന്നുണ്ട്, അത് പിന്നെ എന്താണ് വെളിച്ചപ്പാടിനെ മറ്റുള്ളവർക്കും അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം. അതായത് രാജാവിൻ്റെ മകളെ എല്ലാവർക്കും അറിയാം, രാജാവാൻ്റെ മകളല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതിനകത്ത് സാവി ഉപമിക്കുന്ന മറ്റുണ്ട്, ഇവർ തുള്ളും, വെളിച്ചപ്പാട് തുള്ളും, അതുകൊണ്ട് ദിയാ കൃഷ്ണ ഇരുന്ന് തുള്ളുന്നത് കൊണ്ട് നമുക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് എന്ന്. ഇത് മണ്ണാക്കിൽ കൊടുത്തൊരു മറുപടിയായപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് വരുമ്പോൾ സായി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, അതുകൂടി കേൾക്കാം. സ്വന്തം ഭർത്താവിനെ ഇത്ര പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ദേഹത്ത് കേക്കായിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേറൊരാളുടെ ഭർത്താവിനെ ഒരാൾ കുള്ളൻ എന്ന് വിളിക്കുമ്പോൾ ഇത്രത്തോളം ചിരി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ ചൊറി. അതിനൊരു മരുന്നില്ല ലേഡി, മനസ്സിലായോ? അതിനൊരു മരുന്നില്ല. അതിനൊരു അപ്പർ ക്ലാസ് ലിവിങ്ങോ ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ് ഷോസ് how pathetic your mindset is. Grow up. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, don't ever show your fake face in front of your followers. Don't fake yourself. Disaster ആണത്, ഡിസാസ്റ്റർ. ഇത് ഇവിടെ പറഞ്ഞ ഈ കൊടുത്ത മറുപടി സത്യം പറഞ്ഞാൽ അണ്ണാക്കി കൊടുക്കുന്ന മറുപടി ആയിപ്പോയി എന്നുള്ളതാണ്. ഇതിനൊരു മറുപടി ഇല്ല ദിയാ കൃഷ്ണയ്ക്ക്. അതായത് ഇവിടെ പറയാൻ കാരണം എന്താണ്, ആ കേക്ക് തേച്ചത് സംഭവം എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ അവളെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. സ്വന്തം ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് അവിടെ അവതരിച്ചു. അതേ ദിയ തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവിനെ വന്ന് കുള്ളൻ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് കിണിച്ച് കാണിച്ച് സപ്പോർട്ട് കാണിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ കേസ് വരുമ്പോൾ ഇതൊന്നും, മറ്റൊരു ഭർത്താവിന് താങ്കൾക്ക് എന്തും പറയാമെന്ന് എന്നുള്ള ഒരു ഡബിൾ സ്റ്റാൻഡ് അവിടെ എടുത്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ തോന്നാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്താണ് ചൊറിയാണ്. നിൻ്റെ മൈൻഡ്, അതായത് ദിയാ കൃഷ്ണയുടെ മൈൻഡ് ചിന്തകളെല്ലാം ചൊറി പിടിച്ചതാണ് എന്ന് പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ അങ്ങ് അണ്ണാക്കി കൊടുക്കുന്ന ഒരു മറുപടി ആയിപ്പോൾ എൻ്റെ മൈൻഡ് ചൊറി പിടിച്ചതാണ്. എനിക്ക് വളരെ പിന്നീട് ദയ തോന്നുന്നുണ്ട്. വളരെ പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് എൻ്റെ ആ മൈൻഡിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഗ്രോ അപ്പ്, നീ ഇനിയെങ്കിലും വളരെ എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഒരു ഡിസാസ്റ്റർ ആണ് എന്ന്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിസാസ്റ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ 8ൻ്റെ പിന്നീട് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ണാക്കിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം ദിയാ കൃഷ്ണ ചെയ്തത് അങ്ങനെയാണ് അല്ലേ. സ്വന്തം ഭർത്താവിനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അവരെ നാളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ നാറിയ നാവ് കൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറിച്ച് മോശം പറയുന്നു. അപ്പോൾ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ്, അതാണ് സായി ചൂണ്ടിക്കാണിച്ചത്. ഇത് ചൂണ്ടിക്കാണിച്ച് ഇതിന് മറുപടി ദിയാ കൃഷ്ണയ്ക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. ദിയാ കൃഷ്ണ അതിനെ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മറുപടി ഇല്ലാത്തത് കൊണ്ട് കുരുപൊട്ടി ഒലിച്ചു തുടങ്ങി. ഒലിച്ചപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഉണ്ണി മുകുന്ദനെ കൂട്ടുപിടിച്ചുകൊണ്ട് പഴയ ക്ലിപ്പിംഗ് എടുത്തിട്ടത്. കാരണം ഉണ്ണി മുകുന്ദനും സായിയുമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ കുറേ ആരാധകർ വന്ന് സായിയെ വിമർശിക്കും എന്നുള്ള ഒരു ചിന്തയും കൂടി അതിനകത്തുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദിയാ കൃഷ്ണ, രാജാവിൻ്റെ മകളെ, ഈ സായി പറഞ്ഞോളൂ, നിങ്ങളുടെ മൈൻഡിനകത്ത് എന്താണ് പറയുന്നത്, ചൊറിയാണ്. നിങ്ങൾ ചൊറി പിടിച്ച മൈൻഡാണ് നിങ്ങൾക്കുള്ളത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.